ഹലോ ഗൈസ്, ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം പരാതി പറയില്ലായിരുന്നു. എനിക്ക് തേങ്ങ പൊട്ടിക്കാൻ അറിയില്ല, പൊട്ടി കിട്ടുന്നില്ല എന്ന്. ഇന്നെന്തായാലും തേങ്ങ പൊട്ടിക്കാൻ ഞാൻ പഠിച്ചെടുത്തേ. ഒരു രണ്ടടി അടിച്ചപ്പോഴേക്കും തേങ്ങ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ തേങ്ങ പൊട്ടിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ഇട്ടപ്പം ഒരുപാട് പേര് കമൻസിൽ കുറേ സജഷൻസ് ഒക്കെ പറഞ്ഞു. അത് നോക്കിയിട്ട് ഇപ്പോൾ ഞാൻ തേങ്ങ പൊട്ടിക്കാൻ എന്തായാലും പഠിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ എപ്പോഴും ചോദിക്കുന്ന ഒരാളില്ലേ, എൻ്റെ അനിയൻ എന്താ വീഡിയോയിൽ വരാത്തേന്ന്. ആശാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അവൻ്റെ മരുമോൻ്റെ അടുത്ത് പോയി കിടക്കുന്നതാണ് കേട്ടോ നിങ്ങൾ ഈ കണ്ടത്. അനിയനും അനിയത്തിക്കും ക്യാമറേൻ്റെ മുന്നിൽ വരാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ അതാണ് അവരെ ചില സമയത്ത് മാത്രം ഞാൻ കാണിക്കുന്നത്. കാരണം അവരുടെ കംഫർട്ടബിളും കൂടെ ഞാൻ നോക്കണമല്ലോ. അപ്പോൾ അവർ വേണ്ടാന്ന് പറയുമ്പോൾ ഞാൻ എടുക്കാറില്ല. ഇപ്പം എന്തായാലും അവനോട് ചോദിച്ചിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തത്. കാരണം നിങ്ങളെല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പം അവൻ എൻ്റെ അടുത്ത് ഓക്കെ പറഞ്ഞതാണേ. അവൻ 10th പഠിക്കുന്നത്. അപ്പോൾ കാശിക്കുട്ടൻ പോകുന്നതിന് മുമ്പേ അവൻ പോവും. അവനൊരു 7:30 ആകുമ്പോൾ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങണം. അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റും അവന് കൊണ്ടുപോകാനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുണ്ട്. അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിക്കാത്തത് ഇവൻ ഒരു കംഫർട്ടബിൾ അല്ലാത്തത് കൊണ്ട് മാത്രമാണ്. ഞാൻ 9th കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് അനിയൻ ഉണ്ടാകുന്നത്. അതായത് 14 വയസ്സിൻ്റെ വ്യത്യാസം ഞങ്ങൾ തമ്മിലുണ്ട് കേട്ടോ. കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇവൻ എൻ്റെ കൂടെ ഉണ്ട്. പക്ഷെ അധികം വീഡിയോയിലൊന്നും നിങ്ങൾ ഇവനെ കണ്ടിട്ടുണ്ടാവില്ല. കാശിക്കുട്ടനെ റെഡിയാക്കുന്നതിന് മുന്നേ ഞാൻ ആദ്യം ഇവനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തിട്ട് പറഞ്ഞു വിട്ടതിന് ശേഷമാണ് കാശിക്കുട്ടനെ ഞാൻ റെഡിയാക്കാൻ വേണ്ടി പോവാറ്. ഇനി കാശിക്കുട്ടനെ റെഡിയാക്കി എടുക്കണം കേട്ടോ. അപ്പോഴേക്കും ആ കാശിക്കുട്ടൻ കുളിച്ച് വന്നിട്ടുണ്ടായിരുന്നേ. വയസ്സും പ്രായമൊക്കെ ആയി വരുന്നതുകൊണ്ട് തന്നെ ഇതുപോലെ എടുത്ത് പൊക്കാനുള്ള ശേഷിയൊക്കെ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ കാശിക്കുട്ടനെ റെഡി ആവാൻ വേണ്ടി പറഞ്ഞു വിട്ടു. ഞാൻ ഒരുക്കുന്ന സമയത്ത് ഇവൻ ക്രീമൊന്നും തേക്കാൻ സമ്മതിക്കില്ല. സ്വന്തം ഒരുങ്ങാൻ തുടങ്ങിയ സമയത്ത് ക്രീമും പൗഡറും എല്ലാവിധ സാധനങ്ങളും ഇട്ടിട്ടാണ് കേട്ടോ ആശാൻ ഒരുങ്ങുന്നത്. ഇവൻ എങ്ങനെയാണ് ഒരുങ്ങുന്നതെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ക്യാമറ ഓൺ ആക്കിയിട്ട് വെച്ചിട്ട് പോയതാണ്. കാരണം വേറെ ഒന്നുമല്ല, ഇവൻ എങ്ങനെ ഈ ഒരുങ്ങി വരുന്നതെന്നുള്ളത് എനിക്ക് അറിയണമല്ലോ. ആ സമയം കൊണ്ട് അടുക്കളയിൽ എൻ്റെ ഓരോ പണിത്തിരക്കിലായിരുന്നു കേട്ടോ. ഞാൻ വിളക്കൊന്നും കത്തിക്കാനായിട്ടില്ലാത്തതുകൊണ്ട് തന്നെ കാശിക്കുട്ടനെ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നൊക്കെയുണ്ട്. എന്നും ഒരേ പ്രാർത്ഥനയാണ് കേട്ടോ. എനിക്ക് പഠിക്കാൻ പറ്റണേ, അച്ഛനും അമ്മയ്ക്കും പൈസ കിട്ടണേ, ഇത് മാത്രം കേട്ടോ കാശിക്കുട്ടന് പ്രാർത്ഥിക്കാനുള്ളൂ. ആദ്യമായിട്ടാണ് കാശിക്കുട്ടൻ ചട്ടണിയും ദോശയൊക്കെ കൂട്ടി കഴിക്കുന്നത്. കാരണം കറി കൂട്ടി കഴിക്കാറേ ഇല്ലായിരുന്നേ. കാശിക്ക് ഉച്ചയ്ക്ക് ലഞ്ചിന് ഞാൻ ദോശയും ചട്ടണിയാണ് കേട്ടോ വെച്ചത്. പിന്നെ 2 ഡേറ്റ്സും വെച്ച് കൊടുത്തിട്ടുണ്ട്. രാവിലത്തെ സ്നാക്സിന് പഴംപൊരിയും അതുപോലെ ഈവനിങ് സ്നാക്സ് ആയിട്ട് വെച്ചിട്ടുള്ളത് ക്രീം ബന്നും ആണ്. പിന്നെ തലേദിവസം ബാറ്റർ റെഡിയാക്കി വെച്ചതുകൊണ്ടാണ് ഈ ഒരു സമയം കൊണ്ട് പഴംപൊരിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നത്. തലേദിവസം ഞാനിപ്പോൾ അത്യാവശ്യ കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നതുകൊണ്ട് തന്നെ രാവിലെ എണീക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നാറില്ല. കഴിഞ്ഞ വർഷത്തേക്കാൾ ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ, അമ്മയ്ക്കാണെങ്കിലും മോനാണെങ്കിലും. കഴിഞ്ഞ വർഷം കാശിക്കുട്ടന് മിക്ക ദിവസവും സ്കൂളിൽ പോകാൻ കുറച്ച് മടിയൊക്കെ കാണിക്കുമായിരുന്നു. പക്ഷെ ഇപ്പം എന്തായാലും അങ്ങനത്തെ മടികളൊന്നും ഇല്ല കേട്ടോ. പിന്നെ അമ്മയുടെ മടിയാണെങ്കിലും അമ്മയും കുറേ മാറ്റി വെച്ചിട്ടുണ്ട്. ഇന്ന് കുറേ നേരം അവൻ്റെ അച്ഛനൊക്കെ അവൻ വിളിച്ച് നോക്കി വീഡിയോ കോളിൽ, പക്ഷെ കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ ബസ് കയറാൻ വേണ്ടി നിന്നേ. സാധാരണ സ്കൂളിൽ നിന്ന് വന്നിട്ട് കാശി ഒന്നും പറയില്ല. ഞാനിങ്ങനെ കുത്തി കുത്തി ചോദിച്ചല്ലേ പറയുള്ളൂ. പക്ഷെ ഈ ഒരു സമയമൊക്കെ ആകുമ്പോഴായിരിക്കും അവന് സ്വന്തമായിട്ട് തോന്നിയിട്ട് ഓരോ വർത്താനമൊക്കെ പറയാം. അപ്പോഴേക്കും കാശിക്കുട്ടൻ്റെ ബസ് വന്നേ. അങ്ങനെ എൻ്റെ രാവിലത്തെ യുദ്ധം അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോ കാണാൻ ടാറ്റാ.